മാറ്റം ഉണ്ടായി അല്ലെ? എനക്ക് മാറ്റം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക അല്ലെ? എനക്കെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ എന്ത് തന്നെയാലും പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പൈസ തന്നെയാണ്, മണി തന്നെയാണ് മോട്ടിവേഷൻ. ഒരു സംശയം ഉണ്ടാക്കരുത്. മണി തന്നെയാണ് ഏറ്റവും വലുത്. ചങ്ങായിവർക്ക് എന്തെല്ലാന്നല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതല്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വാല്യൂ ഉണ്ടാവും. പൈസ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പല്ലൊരു പണക്കാരന്റെ കല്യാണത്തിലൊക്കെ പോയാൽ ഇങ്ങനെ പോകേണ്ടി വരും. ഇപ്പൊ ശരിക്കും ഇങ്ങനെ, കാരണം അപകർഷബോധം. അവിടെ പോയിട്ട് ഭക്ഷണത്തിന് ഇരിക്കേണ്ടെങ്കിൽ ഇങ്ങനെ മൂലക്ക് ഇരിക്കേണ്ടി വരും. ഇപ്പം മൂലക്കൊന്നും ഹൈ കോൺഫിഡൻസ് ആണ് എനിക്ക് ശരിക്കും. അതുകൊണ്ടെന്ന് പറയാം, വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ എന്ന സുന്ദരമായ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം 5 വർഷമായി ഏറ്റെടുത്തിന് എന്റെ വരുമാനം 9 ലക്ഷമാണ് ശരിക്കും. 9 ലക്ഷം വരുമാനം നിങ്ങളുടെ പറ്റും. അതായത് 8,70,000 റഫറൽ മാർക്കറ്റിംഗ് കൊടുക്കണം. 8,70,000 ഈ വരുമാനം എനിക്ക് ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 1 കോടി 30 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ്, സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാലാണ് ഈ വരുമാനം നേടാൻ പറ്റും. എന്തായാലും അത് നടക്കൂല. ഇന്നലെ ഗ്രേറ്റ് ലീഡറായ ഷായ് സാറും ഞാനും ഇത് ഞാൻ വലിയൊരു സംഭവമായിട്ട് പറഞ്ഞൊന്നുമില്ല, റിസ്ക് എടുത്തേ പറ്റൂ ജീവിതത്തിൽ. ഇപ്പം സാറ് സജീവൻ സാറ് രക്ഷപ്പെട്ടെങ്കിൽ അവനവൻ തന്നെ റിസ്ക് എടുക്കണം. ഇന്നലത്തെ അനുഭവം എന്ന് പറഞ്ഞാല് ഇത് വലിയൊരു സംഭവമായിട്ട് പറഞ്ഞല്ല, മഹത് സംഭവം എന്നല്ല. ട്രെയിനിൽ നിന്നിട്ട് യാത്രയില് ഇന്നലെ 3:10 ഞാൻ ഷായ് സാർ എത്തിയത്. രക്ഷപ്പെട്ടേ പറ്റൂ, പൈസ ഉണ്ടാക്കിയേ പറ്റൂ. 5 വർഷമായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. ഇന്ന് വീട്ടിലിരുന്നാൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരുന്നാലും ബ്ലോക്ക് ചെയിനിലൂടെ ഷായ് സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ 9 ലക്ഷം 1.5 മാസത്തിനുള്ളിൽ ഞാൻ 10 ലക്ഷം ആക്കി. ഒരു സംശയം ഉണ്ടാക്കരുത്. ഞാൻ 2 മാസം പറഞ്ഞിന് ഇപ്പം 7 ലക്ഷം അയച്ച ശേഷം ഇപ്പം അത് 9 ഇനി 10 ആക്കി. വലിയ താമസമുണ്ട്. 1 മാസം വേണ്ട എനിക്ക് ശരിക്കും. ഞാനുണ്ട് ഷായ് സാറും ബാക്കി തന്നെ ഉണ്ട്. കാരണം ഞാൻ എന്റെ കൂടെ വിളിച്ച് ക്ഷണിച്ച് എന്റെ പ്രിയ സഹോദരൻ ഷായ് സാറിന്റെ വരുമാനം ഇന്ന് 8 ലക്ഷം കടന്ന്. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വരുന്ന ഓരോ ആളും 100 അല്ല 150% വിജയിച്ചിരിക്കും തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ ട്രെയിനിന്റെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാ പറയാം, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചെറിയ കമ്മിറ്റ്മെന്റ് ഒന്നല്ല അല്ലെ. ഇന്നലെ ഞാനൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇന്നലെ വരുമ്പോ യാത്രയിൽ എന്താ പറയാ, ഞാൻ എന്നെ ഒരു മോട്ടിവേഷൻ എന്താ പറയാ, ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ സന്തോഷ് സാറിനൊക്കെ അറിയാം എത്ര മണിക്കൂർ എടുക്കുന്നു. ഇന്നലെ വണ്ടിയിൽ കയറി ഇരുന്ന് സീറ്റില്ല, കേരാമ്പര സ്ഥലമല്ല, എക്സിക്യൂട്ടീവ് എക്സർസൈസ്. രാജീവൻ സാറിന് അതിന്റെ വിഷമം എന്താ ചെയ്യാ, അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ ഞാൻ അഹമ്മദാബാദിൽ സ്വിച്ചിട്ടാ പോയത് ഫ്ലൈറ്റിൽ 1 മണിക്കൂറുണ്ട്. 8 മണി കിട്ടി പണിയെന്നല്ല. ഇത് രണ്ടും മനസ്സിലാക്കണം. അശോക് സാറിനെ കാണാൻ പോയത് എങ്ങനെയാണ് പോയത്, ബാംഗ്ലൂരിൽ നല്ല സുവിഷ്ണനായിട്ട് ഫ്ലൈറ്റിൽ എത്തിയാറില്ല അഹമ്മദാബാദ്. അത് ഇന്നലെ വന്നതോ ട്രെയിനിൽ തിക്കും തിരക്കില്ല സ്ഥലത്തുകൂടി എങ്ങനെ നമ്മൾ വന്നേ പറ്റൂ. തൃശ്ശൂര് ഒരാൾക്ക് സർവീസ് കൊടുക്കാനാണ് ഞാൻ ഷായ് സാർ പോയത്. നിങ്ങൾ അരിയാൾക്ക് സർവീസ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ പോയിരിക്കും. 9 അല്ല 10 അല്ല 25 ലക്ഷം നമുക്ക് വരുമാനം വന്നാലും പോയി സർവീസ് കൊടുത്തിരിക്കും. അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഒരു സംശയം ഉണ്ടാക്കായിരുന്നു. അപ്പൊ അതായത് ഞാൻ മനസ്സിലാക്കാനും ഇന്നലെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു 4 മണിക്കൂർ ഇങ്ങനെ നിന്ന് കാലിങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ വെച്ച് കാല് അറിയാലോ നിൽക്കുന്നതിന്റെ ലക്ഷം 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ച് റിസ്ക് എടുത്ത് രക്ഷയിലിരിക്കാൻ ഫ്ലാറ്റിലിരിക്കണം ശരിക്കും പറഞ്ഞാല്. അപ്പൊ ഞാൻ മനസ്സിലാക്കി അങ്ങനെ കഷ്ടപ്പെട്ട് മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നതായി കോഴിക്കോട് എത്താനാകുമ്പോ ഇത് എന്റെ തന്നെ ഒരു ഇതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വിജയിക്കുന്ന റിസൾട്ട് കൂടി അത് അല്ലെ. കോഴിക്കോട് എത്താനാകുമ്പോ എന്ത് സംഭവിച്ചു, നല്ല സീറ്റ് ഷായ് സാർ ഉള്ളിൽ പോയി ചാടിയിരുന്ന് വിളിച്ചാടിയിരുന്നു. അപ്പൊ ഒരു സുഖം കിട്ടി. ഈ സുഖം കിട്ടിയതിനു ശേഷം എന്ത് സംഭവിച്ചു, ഒന്ന് റിലാക്സ് ആയി. അപ്പൊ ഈ റിലാക്സ് അത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം തന്നെയാണ്. കഷ്ടപ്പാട് ഇവിടെ നിന്നുകൊണ്ട് അനുഭവിച്ച ശേഷം എന്ത് സംഭവിച്ചു, ഇരിക്കാനുള്ള ഇടം കെട്ടി അല്ലെ. അത് മാറ്റില്ല സാറേ. പിന്നെന്ത് ചെയ്തു, തലശ്ശേരി മുട്ടാനാകുമ്പോ എത്ര സമയത്തായി സാറേ, എത്ര 2 മണിയാണ്. ആ സമയത്ത് എന്തായി, ഒരു 3-4 അടിച്ചിട്ട് കിടക്കാനുള്ള സ്ഥലം കിട്ടി. അപ്പൊ കിടന്നു നോക്കുമ്പോ ഒന്ന് വാങ്ങിപ്പോയി. അപ്പൊ അതാണ് അവിടെ നമ്മൾ റിലാക്സ് സുഖം കൃത്യമായിട്ട് അനുഭവിച്ചു. ഇത് തന്നെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ഈ മൂന്ന് കണ്ടന്റ് എന്ന് പറഞ്ഞാല് എന്നെ ഇങ്ങനെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഇരുത്തി കടത്തി. അതായത് കടത്തി എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക ഭദ്രത അനുഭവിച്ച് നല്ല റിലാക്സ് ചെയ്യുന്ന പോലെ ഞാൻ കിടന്നത്. ഇതാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു സിസ്റ്റത്തിലൂടെ. ഒന്ന് നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യണം, നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഈ ട്രെയിനിങ് ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ ഉദ്ദേശിച്ചത് കഥ നമ്മൾ പലതും പറയുന്നുണ്ട്. ഇതേപോലെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് പറയാൻ പറ്റും, വേൾഡ് ബാങ്ക് ഇന്റർനാഷണൽ എല്ലാം പറയാൻ പറ്റില്ലായിരിക്കും. എല്ലാം നോക്കിയിട്ട് 2015 വന്നു. പിന്നെ റോച്ചൈൽഡ് ഫാമിലി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് 100 ബില്യൺ ഡിജിറ്റൽ കറൻസി റിസർവ് ഫണ്ട് വെച്ചിട്ടുണ്ട്. 2018 ഇന്ത്യയിൽ കടന്നു വരുമ്പം റുപ്പീസ് ഡ്രോയിങ് അറേഞ്ച്മെന്റ് എന്ന ഉടമ്പടി എടുത്തുകൊണ്ടാണ് സിസ്റ്റം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. സീഡ് ഫണ്ടിങ്, ടോക്കൺ ഫാമിംഗ്, ഇൻവെസ്റ്റ്മെന്റ് സ്കീം, പിന്നെ റഫറൽ മാർക്കറ്റിംഗ്, കോമ്പൗണ്ടിങ്. ഇതിലുണ്ട്. ഇത് മാത്രം മതിയും വേണം പോരല്ല. ഇതിന്റെ അടുത്ത് പറയാ 1 ലക്ഷം ഇട്ടാല്
ഡെയിലി 200 കിട്ടും, 6000 കിട്ടും മാസം അല്ലെ. 1 ലക്ഷം 1000 ദിവസം കൊണ്ട് 2 ലക്ഷമായി മാറും. 5 ലക്ഷം 1000 അല്ല, അറിയില്ല, എല്ലാവരും പറയുന്നതല്ല. 5 ലക്ഷം എടുത്താൽ 1000 കിട്ടും, പിന്നെ 30,000 മാസം കിട്ടും. 5 ലക്ഷം സംഭവിക്കും 1000 ദിവസം കൊണ്ട് മേഡം. യെസ്, 10 ലക്ഷമായി മാറും. റഫറൽ കമ്മീഷൻ അവിടെ നിന്ന് സംഭവിക്കുന്നു. ഞാനൊരു പുതിയൊരു ക്ലയന്റിനെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു 5 ലാഖിന്റെ പോസിറ്റീവായിട്ട് മീൻ എടുക്കുന്നു. ഒരു 5 ലക്ഷം ഞാൻ ഒരാളെ കൊണ്ട് പുതിയൊരു ക്ലയന്റിനെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആ വ്യക്തി 30,000 രൂപയാണെങ്കിൽ 6,000 എനിക്ക്. ഇങ്ങനെ റഫറൽ കമ്മീഷൻ അല്ലെ, ഇതൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ്. ഇത് മതി. ഇനി പഠിക്കേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ ടെലഗ്രാം മീറ്റിങ്ങിലൂടെയും അതുപോലെ തന്നെ എന്തായാലും നമ്മളിങ്ങനെ ഓഫ്ലൈൻ മീറ്റിങ്ങിലൂടെ അല്ലേ ഇതുവരെ സാർ നമ്മൾ നടത്തിയില്ലേ. അപ്പൊ ഇനി എന്ത് വേണം? തീർച്ചയായിട്ടും ഇനി ഉത്തരവാദിത്ത ബോധം കൂടിക്കൊണ്ടിരിക്കുക എന്നല്ലായിരിക്കും അല്ലേ മോഹൻ സാറേ? വേണ്ടേ? തീർച്ചയായും നമുക്ക് പഠിക്കേണ്ട കൃത്യമായിട്ട്. ഇത് നമ്മളിപ്പോ ഞാൻ ഷായ് സാർ പറഞ്ഞാൽ വലിയ പഠിപ്പിക്കുന്ന ആളൊന്നുമല്ല. കാരണം ഇതിങ്ങനെ ഇതിന്റെ ഒരു പൊടി ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ ഇതിലേക്ക് 0-1 ഇതിലേക്ക് ഇങ്ങനെ പോയിന്റിലേക്ക് കടക്കുന്നത് തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും ഇനി ട്രെയിനിങ് പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ മെറ്റാക്രാറ്റ് അല്ലെ. ഇത് എത്ര മെറ്റാക്രാറ്റ്? ഒന്ന് കൈവന്തിക്കാൻ പറ്റും മെറ്റാക്രാറ്റ്. ഇനി എന്ത് തന്നെയാലും ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ അങ്ങ് കൂടി വരണം. എല്ലാവരും സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും സ്വന്തം ടീമിനെ അങ്ങനെ പറയുന്നത് അതിനൊന്നും പ്രശ്നമില്ല. ഇത് നമ്മുടെ ഓപ്പൺ ഇതായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി അല്ലേ ശിവ സാറേ? കാരണം എന്തിനാണ്? വളരാനാണ് ശരിക്കും പറഞ്ഞത്. തളരാനല്ല നമ്മൾ ഈ സിസ്റ്റം ചെയ്യുന്നത്. വളർന്നേ പറ്റൂ. ഞാനിത് മനസ്സിലാക്കണം. എന്റെ ഒരു ഫാൾട്ട് ഉണ്ടായിരുന്നു. എന്താ പറയാ, വേൾഡ് വൈഡ് ഇന്റർനാഷണൽ 2020 ആ കാലഘട്ടത്തിലാണ് ഇതിൽ വരുന്നത്. 2021 കാലഘട്ടത്തിൽ അശോക് സാറേ ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അശോക് സാറിന് മറ്റേ അക്കൗണ്ട് അടിക്കുക, അപ്പുറം അടിക്കുക. ആരാ അടിക്കുന്നത്? അശോക് സാറ് നോ ഇതുവരെ പറഞ്ഞില്ല, മൈസൂർ അശോക് സാറ്. അപ്പൊ എന്തായി? എന്റെ വളർച്ച മുരടിച്ച് ഇങ്ങനെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്തോ ഫാൾട്ട് ഉണ്ട്. ഇത് ഇങ്ങനെ ചെയ്താൽ ഞാൻ തളർന്ന് പോവുക. അപ്പൊ എന്ത് ചെയ്തു? ഞാനും ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ പടിയായി മെല്ലെ പഠിച്ച് ഇങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം സീഡ് ഫണ്ടിങ്ങിന് ടോക്കൺ ഫാമിങ്ങിന് ഈ പേജിൽ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ പഠിച്ചു വരുന്നു. ഞാൻ ഷായ് സാർ നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട ലീഡേഴ്സും ആ പഠിച്ചു വരുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. കാരണം ഒരുപാട് സിസ്റ്റത്തിന് മാറ്റം വരുത്തും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട അസോസിയേറ്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ട്രെയിനിങ് സെഷൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞു സ്വന്തം സെർവറിൽ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ട്. 2015 6 തരത്തിലുള്ള ഈ $1 ട്രില്യൺ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ ഇവർ ചെയ്ത കാര്യമാണ്. ഇത് ഇത്രയും ആൾക്കാരെ ലക്ഷക്കണക്കിന് പിന്നെ ആൾക്കാരെ തലയെണ്ണം കണ്ടിട്ട് അവരിൽ നിന്ന് വാങ്ങുന്ന വരുമാനം എടുത്തിട്ട് റിട്ടേൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം അല്ല വേൾഡ് ഇന്റർനാഷണൽ. ഞാൻ ഇത് പറയുന്നത് ഒരു സിസ്റ്റത്തെ പറ്റിയും കുറ്റം പറഞ്ഞ് സംസാരിക്കുന്നതല്ല. ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നതാണ്. അത് ചെയ്യേണ്ട പഠിക്കേണ്ട നമുക്ക് ഒരിക്കലും പറയാൻ അധികാരം. ഇത് കണ്ടില്ല 100 ബില്യൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് പിന്നെ 9,20,000 കോടി എന്തുണ്ട് നമ്മുടെ സിസ്റ്റത്തിന്. 2015 റിസർവ് ഫണ്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ തൊട്ട് ഒരു 5-10% തൊട്ടിങ്ങനെ 2018 മുതൽ തൊട്ട് തെറിപ്പിക്കുന്നതിന് ആയിരക്കണക്കിന് ആൾക്കാർ കോടീശ്വരന്മാരായി. ഈ രീതിയിൽ ഞാൻ ഒരിക്കലും വെറുതെ പറഞ്ഞില്ല. ഇത് ഇതേപോലെ കമ്മിറ്റ്മെന്റ് കൊണ്ട് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ കോടീശ്വരന്മാരാണ് ഇരിക്കുന്നത്. ഒരു സംശയം ഉണ്ടാക്കാറില്ല. ഇത് അക്സെപ്റ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ. ഞാനിത് പറയാനുള്ള കാരണം എങ്ങനെയാണ് ഇതിലേക്ക് വന്നതല്ലേ ഷായ് സാർ അത് പറയേണ്ട പോയിന്റ്. പിന്നെ എങ്ങനെയാണ് ഇതിലേക്ക് സീഡ് ഫണ്ടിങ്ങിലേക്ക് കടന്നതെന്ന് മനസ്സിലാക്കണം അല്ലേ? റെഡി അല്ലേ? പറയണം അവിടെ